ബൈക്കിൽ 3 പേർ സഞ്ചരിച്ചതിന്റെ പേരിൽ യുവാവിനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചെന്ന് പരാതി. ബേപ്പൂർ സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ദിൽഷയുണ്ട്, ദിൽഷ തിലകൻ. ദിൽഷ, എന്താണ് സംഭവമെന്നാണ് മനസ്സിലാക്കുന്നത്? കമ്മീഷന്റെ കണ്ടെത്തലുകൾ എങ്ങനെയാണ്? 3 യുവാക്കൾ സഞ്ചരിച്ചതിന്റെ പേരിൽ നേരത്തെ തന്നെ ഈ ബേപ്പൂർ സ്വദേശിയായിട്ടുള്ള അനന്തുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസിൽ നിന്ന് ക്രൂരമായിട്ട് മർദ്ദനമേറ്റു എന്ന് അനന്തു പുറത്തു പറയുന്നത്. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നിർദ്ദേശം നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണർ പരാതിയിൽ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ ജൂലൈ 29-ന് കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബേപ്പൂർ സ്വദേശിയായിട്ടുള്ള അനന്തുവിനാണ് മർദ്ദനമേറ്റത്. ഇടത് കൈയിലും അതുപോലെ തന്നെ കഴുത്തിനും ക്ഷതമേറ്റ അനന്തുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് ബേപ്പൂർ സ്റ്റേഷനിലെ പ്രൊബേഷൻ SI ആയിട്ടുള്ള PD ധനീഷിനെ ജില്ലാ സായുധ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിന്റെ നടപടിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ നിന്നാണ് മർദ്ദനമേറ്റത് എന്നാണ് അനന്തു നൽകിയിട്ടുള്ള ഒരു പരാതി. കൈക്ക് പൊട്ടലുണ്ടെന്നും പട്ടിക ഉപയോഗിച്ച് ക്രൂരമായിട്ട് അടിച്ചു എന്നും അനന്തു നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലയ്ക്കും അടിയേറ്റിട്ടുണ്ട്. അത് കൂടാതെ തന്നെ SIക്കൊപ്പം മറ്റ് പോലീസുകാരും തന്നെ മർദ്ദനത്തിൽ തന്നെ മർദ്ദിക്കുന്നതിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അനന്തു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അരിഞ്ഞ ശരി, ദിൽഷ തിലകനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.